നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് പെർഫെക്റ്റ് ആണ്, ഫിനിഷ്ഡ് ആണ്. ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ വെർബ് അല്ലെങ്കിൽ ആ ക്രിയ എന്താണ്, അത് തീർന്നിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ പെർഫെക്റ്റ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തന്നെയാണ് തുടങ്ങുന്നതും പാസ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആവുന്നു. അപ്പോൾ പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞ പ്രവൃത്തികളാണ്. പാസ്റ്റിൻ്റെ പാസ്റ്റാണ് അല്ലേ. പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞ ക്രിയകളാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ ചേർക്കുന്നത്. പെർഫെക്റ്റ് ടെൻസ് ഏത് കണ്ടാലും വെർബിൻ്റെ ഏത് ഫോമാണെന്ന് ഓർത്തോണം. ഏതാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബിൻ്റെ ഏത് ഫോമാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർത്താണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതണമെങ്കിൽ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കണം. എപ്പോഴും പെർഫെക്റ്റ് ടെൻസിൽ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാവിൻ്റെ ഫോംസാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ഹാവ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഏതാ ചേർക്കുന്നത്? ഹാസ് ഹാവ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് ടെൻസായ ഹാഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കാറ്റഗറി 4കാർക്കൊക്കെ സ്പെഷ്യലായിട്ട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ ടെൻസ്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാഡ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ഹാഡാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസായ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിന് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടി വരും. ഹാവ് റിട്ടൺ അല്ലെങ്കിൽ ഹാസ് റിട്ടൺ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയ ഹാഡ് റിട്ടണിലേക്ക് മാറും. കണ്ടോ? ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആ റിട്ടൺ താഴോട്ട് നോക്കണം. റിട്ടൺ റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് പ്രസൻറ്റ് ടെൻസ്, റോട്ട് പാസ്റ്റ് ടെൻസ്, റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് നമ്മൾ ഹാഡാണ് ചേർക്കുന്നത്. എവിടെ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. റീഡ്, റെഡ് എന്നാണ് വായിക്കുന്നത്. റീഡ്, റെഡ്, റെഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ഏതാ? ഹാഡ് റെഡ്. ദേ ഹാഡ് റെഡ് സ്റ്റോറീസ് അല്ലേ. അവർ സ്റ്റോറീസ് വായിച്ചു കഴിഞ്ഞു, വായിച്ചിട്ടുണ്ട്. ടീച്ച് ആണല്ലോ. ടീച്ച്, ടോട്ട്, ടോട്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ഏതാ? ഹാഡ് ടോട്ട്. യു ഹാഡ് ടോട്ട് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ തുടങ്ങി, നേരത്തെ തന്നെ തീർന്നു. ഇനി സിങ്. സിങ്, സാങ്, സങ്. പാസ്റ്റ് പെർഫെക്റ്റ് ഏതാ? ഹാഡ് സങ്. എന്തുകൊണ്ടാണ്? സങ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാഡ് ചേർത്തു. ഷീ ഹാഡ് സങ് എ സോങ്. ഇനി പിക്ക്, പിക്ഡ്, പിക്ഡ്. സംവൺ ഹാഡ് പിക്ഡ് മൈ പോക്കറ്റ്. എപ്പോഴും പാസീവ് ഫോമിലെ മിക്കവാറും സെൻറ്റൻസ് കാണുന്ന സംവൺ, ആരോ എൻ്റെ പോക്കറ്റ് അല്ലേ, പോക്കറ്റ് അടിച്ചു. നേരത്തെയാണ് ഹാഡ് പിക്ഡ് മൈ പോക്കറ്റ്. അതുപോലെ പണിഷ്, പണിഷ്ഡ്, പണിഷ്ഡ്. പണിഷ്ഡ് ലാസ്റ്റ് വെർബ് V3 ആണ് നമ്മൾ എടുക്കുന്നത്. ഹി ഹാഡ് പണിഷ്ഡ് ഹെർ. ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ്. ഡൈ, ഡൈഡ്, ഡൈഡ്. എപ്പോഴും പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റൂടെ ചേർക്കുന്ന നിമിഷം. അങ്ങനത്തെ ഒരു 2 ടെൻസ് ഡാഷ് ഇട്ട് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദി ഡോക്ടർ അറൈവ്ഡ്. ഡോക്ടർ വരുന്നതിന് മുമ്പ് പേഷ്യൻറ്റ് മരിച്ചിരുന്നു. നേരത്തെ നടന്നത് ഏതാ? ഡോക്ടർ